UDFന് ഭരണം കിട്ടിയാൽ സ്വിഫ്റ്റ് സർവീസിനെ പൂർണ്ണമായും KSRTCയിൽ ലയിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് INTUC. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഈ ആവശ്യം UDFന് മുന്നിൽ വെക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി AN രാജേഷ് പറഞ്ഞു. ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ KSRTCയിൽ ഒരു മാറ്റവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KSRTCയിലെ പണിമുടക്കിനോടനുബന്ധിച്ച് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ സ്ഥാപിച്ച ബോർഡിലെ ഒരു പ്രധാന ആവശ്യം സ്വിഫ്റ്റ് കമ്പനി നിർത്തലാക്കുക എന്നതായിരുന്നു. സ്വിഫ്റ്റ് നിർത്തലാക്കുക എന്നതല്ല, സ്വിഫ്റ്റിനെ KSRTCയിൽ ലയിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ നയമെന്ന് TDF സംസ്ഥാന സെക്രട്ടറി AN രാജേഷിന്റെ തിരുത്തൽ. സ്വിഫ്റ്റ് ബസ്സുകൾ നിർത്തലാക്കണം എന്നത് INTUCയുടെ നയമല്ല. സ്വിഫ്റ്റ് ബസ്സുകൾ KSRTCയിൽ ലയിപ്പിക്കണം എന്നതാണ് INTUC ഈ സമരത്തിലൂടെയും ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം. മന്ത്രിയായി KB ഗണേഷ് കുമാർ എത്തിയത് വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ എല്ലാം അസ്ഥാനത്തായെന്നും രാജേഷ് കുറ്റപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ KSRTCയിൽ മന്ത്രിയായി വന്നതിന് ശേഷം ഞങ്ങളും പ്രതീക്ഷിച്ചു. കാരണം കഴിഞ്ഞ UDFന്റെ ഭരണകാലഘട്ടത്തിൽ ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ KSRTCയിൽ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഈ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും നൽകാതെ ജീവനക്കാരുടെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സ്ഥാപനം ചെന്നെത്തിയത്. അത് ഞങ്ങളെ സംബന്ധിച്ച് മന്ത്രി മാറി എന്നതല്ലാതെ കഴിഞ്ഞ 8.5 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ഒരേ രീതിയിലാണ് ട്രാൻസ്പോർട്ട് തൊഴിലാളി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവനക്കാർ നേരിടുന്ന പൊതുവായ പ്രശ്നമുയർത്തിയാണ് TDF സമരം നടത്തിയത്. ഇത് പൊളിക്കാനാണ് ഭരണാനുകൂല സംഘടനയായ CITU അടക്കം ശ്രമിച്ചതെന്നും രാജേഷ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.